Hello everyone, welcome back to Aptics Academy. So in this video we are going to deal the subject Contemporary Indian Education. And as I always mentions, നിങ്ങളൊരു വീഡിയോ കാണുന്നതിന് മുൻപ് അതിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലൈക്ക് നമ്മളിപ്പോൾ 4ാമത്തെ യൂണിറ്റാണ്, ലാംഗ്വേജ് പോളിസി ഇൻ എഡ്യൂക്കേഷനാണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 3 യൂണിറ്റുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ലാംഗ്വേജ് പോളിസി ഇൻ എഡ്യൂക്കേഷൻ ഈ 4th യൂണിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സെക്കൻഡ് പോയിൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് പോളിസി ഡ്യൂറിങ് ദ പ്രീ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ അല്ലാത്ത ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തതാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ വി ക്യാൻ ഗോ സ്ട്രെയിറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആണ് കേട്ടോ. അവിടെ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഓരോ പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. ഒന്നാമത്തേത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ വേദിക് പീരിയഡ് ലാംഗ്വേജ് പോളിസി അല്ലെങ്കിൽ വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ദ എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഏൻഷ്യൻ ഇന്ത്യൻസ് ഇസ് ഹൈലി കമൻറ്റബിൾ. ആൻഷ്യൻ ഇന്ത്യൻസിൻ്റെ എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ വാസ് സീൻ ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് കൾച്ചർ, എക്കണോമിക്സ്, ഫിലോസഫി, സയൻസ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റി. അപ്പോൾ എഡ്യൂക്കേഷൻ ഏതൊക്കെ തരത്തിലാണ് വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്കറിയാം വേദിക് ടൈമിൽ സാൻസ്ക്രിറ്റ് വാസ് ദ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞ ലാംഗ്വേജിനായിരുന്നു ആ ഒരു ടൈമിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിലായിരുന്നു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ലാംഗ്വേജ് പോളിസി ഇൻ ദ മുഹല്യ പീരിയഡ്. The Muslims who ruled India from the 16th century to 18th century carried out all government work in Urdu. അപ്പോൾ ആദ്യം വേദിക് ടൈംസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ ഒരു സാൻസ്ക്രിറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മുസ്ലിംസ് 16th to 18th സെഞ്ച്വറി റൂൾ ചെയ്ത സമയത്ത് ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ഉറുദു ലാംഗ്വേജിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. Education in Buddhism period, language policy in the Buddhic education system. Monasteries were centers of learning during the Buddhist period. നമുക്കറിയാം മൊനാസ്ട്രീസ് അല്ലേ, അവരുടെ ബുദ്ധന്മാരുടെ ആ ഒരു ഏരിയ, അല്ലെങ്കിൽ ആ ഒരു നമുക്കറിയാം മോങ്ക് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ മൊനാസ്ട്രീസ് എന്ന് പറയുക. ഈ മൊനാസ്ട്രീസിൽ ആയിരുന്നു ലേണിങ്ങിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ബിസൈഡ്സ് ദർ ഇസ് നോ അതർ ഓർഗനൈസേഷൻ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ. അതിന് പുറമേ ഉള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഓൺലി ബുദ്ധിസ്റ്റ് were able to receive religious education. അവർക്ക് ലഭിക്കേണ്ട എഡ്യൂക്കേഷൻ എങ്ങനത്തെ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു? ഈ റിലീജിയസ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ ടീച്ചിങ്സ് ഓഫ് ഗൗതമ ബുദ്ധ. നമുക്കറിയാം ബുദ്ധയുടെ ടീച്ചിങ് തന്നെയായിരുന്നു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ ഉണ്ടായിരുന്നത്. ദിസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ദ ഇൻസ്പിറേഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ബുദ്ധിസത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ ആയ പോലും അത് പിന്നീട് പതിയെ സോഷ്യൽ ഡെവലപ്മെൻറ്റിലേക്കും ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിലേക്കും വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ എയിംസ് അറ്റ് പ്യൂരിറ്റി. ഓക്കെ, ഒരു പെർഗേഷൻ, ഒരു പ്യൂരിറ്റിനെയാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ എയിം ചെയ്യുന്നത്. ലൈക്ക് വേദിക് എഡ്യൂക്കേഷൻ ഇറ്റ് ട്രെയിൻസ് ഡിസിപ്ലിൻ ആൻഡ് ക്യാരക്ടർ റാദർ ദാൻ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ വേദിക് എഡ്യൂക്കേഷനെ പോലെ തന്നെ ഇവിടെ ഡിസിപ്ലിനും ക്യാരക്ടറിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലാതെ ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ അല്ല. Oral education, discussion, travel, touring, conferences, meditations, etc. were the means of teaching. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ ടൈപ്പ് ഓഫ് രീതിയിലായിരുന്നു പഠനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് ഇവിടെ കൗണ്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. എഡ്യൂക്കേഷൻ വാസ് ടോട്ട് ഇൻ ദ പാലി ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജിലായിരുന്നു അത് ടീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ബ്രിട്ടീഷ് റൂൾ, ലാംഗ്വേജ് പോളിസി ഇൻ ബ്രിട്ടീഷ് പീരിയഡ്. ദ പീരിയഡ് ഓഫ് ഡിറക്റ്റ് ബ്രിട്ടീഷ് റൂൾ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഫ്രം 1858 to 1947 was the independence of India and Pakistan. The English ruled in English. We will look at the അപ്പോൾ ഇവിടെ അത് ലാസ്റ്റുള്ള ഭാഗം കൂടെ കോപ്പി ചെയ്തു പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇൻഡിപെൻഡൻസിൻ്റെ ഒരു പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡിലുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ അവരുടെ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെയാണ്. സോ അവരുടെ എഡ്യൂക്കേഷനും ലൈക്ക് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തന്നെയായിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായി. നെക്സ്റ്റ് വൺ ഇസ് മെക്കോലെ എഡ്യൂക്കേഷൻ പോളിസി, ലാംഗ്വേജ് പോളിസി ഇൻ മെക്കോലെ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇതാണ് നോക്കേണ്ടത്. In 1834, Governor General Lord Bentinck, who had consulted with him Macaulay, named the Indian Education Public Education System and made him its chairman. Okay.
ഓൺ ഫെബ്രുവരി 2, 1835 മെക്കോലെ എന്ത് ചെയ്തു, ഒരു 267 പേജുള്ള എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ് ടു ദ സ്റ്റേറ്റിനെ സബ്മിറ്റ് ചെയ്തു, ഡിക്ലെയറിംഗ് ദാറ്റ് ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് ടു പ്രൊഡ്യൂസ് സംവൺ ഹൂ വാസ് ഇംഗ്ലീഷ് ഇൻ തോട്ട്, ഇൻ്റലക്ട് ആൻഡ് കൾച്ചർ ബട്ട് ഇന്ത്യൻ ഇൻ ബ്ലഡ്, കളർ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇയാളുടെ ഒരു കോൺസെപ്റ്റിൽ മെക്കോലയുടെ ഒരു 267 പേജുള്ള ഒരു എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ് സ്റ്റേറ്റിന് കൊടുത്തു. അതിനകത്ത് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊഡ്യൂസ് സംവൺ, അതായത് ഇംഗ്ലീഷ് ആൻഡ് തോട്ടും ഇൻ്റലക്റ്റും കൾച്ചറുമായിട്ടുള്ള ഇന്ത്യൻ ബ്ലഡുള്ള കളറുള്ള ഒരാളെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആളുടെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം. അക്കോർഡിംഗ്ലി ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835 വാസ് ഇനാക്റ്റഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ്. അതിൻ്റെ ഭാഗമായിട്ട് 1835 ഈ ഒരു ആക്ട് ഇനാക്ട് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ലോ സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് ജോബ്സ് വിൽ ബി ഓഫേർഡ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാളിഫിക്കേഷൻ. അപ്പം ഒരു ടീം ഓഫ് പീപ്പിൾ റൂൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ടൈപ്പ് ഓഫ് രീതികളുണ്ടാവും, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അവർ ഫിക്സ് ചെയ്യും. അപ്പോൾ അതുപോലെ ഈ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരുന്നു ജോബ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മെക്കോലെ ആർഗ്യൂ ദാറ്റ് സപ്പോർട്ട് ഫോർ പബ്ലിഷിംഗ് ബുക്സ് ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് അറബിക് ഷുഡ് ബി വിത്ഡ്രോൺ. അപ്പോൾ സാൻസ്ക്രിറ്റിലും അറബിക്കിലും ഉള്ള എഴുത്തുകളൊക്കെ വിഡ്രോ ചെയ്യണം, കാരണം ആൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനാണ്. ബോത്ത് ലോർഡ് മെക്കോലെ ആൻഡ് ലോർഡ് വില്യം ബെനഡിക്റ്റ് ഇൻസിസ്റ്റഡ് ദാറ്റ് ഇംഗ്ലീഷ് ബി ദ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മീഡിയംസ് മൊത്തം ഇൻസ്ട്രക്ഷൻ മൊത്തം എന്തിലേക്ക് മാറണം, ഇംഗ്ലീഷിലേക്ക് മാറണം. ചാൾസ് വുഡ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പോളിസി ഇൻ എന്താണ് ചാൾസ് വുഡിൻ്റെ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 1854 റിപ്പോർട്ടാണ്. ഇൻ 1853 an academic committee headed by Charles Wood, chairman of the board of control of education in England, arrived in India. അപ്പോൾ 1853 ചാൾസ് വുഡ് അതായത് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അക്കാഡമിക് കമ്മിറ്റി ഇവിടേക്ക് വന്നു. This academic statement was put forward in 1854 during the reign of Lord Curzon. ആരുടെ സമയത്താണ്? ലോർഡ് കേഴ്സൻ്റെ സമയത്താണ്. This committee recommends that the quarterly examination, half-yearly examination and annual examination be included in our educational system. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ആൻഡ് ആ ഒരു ഇയർ എൻഡിലുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ വേണമെന്നുള്ളത് ആളുടെ ഒരു രീതിക്ക് വന്നിട്ടുള്ള സംഭവങ്ങളാണ്. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട്, വെർനാക്യുലർ ലാംഗ്വേജസ് മേ ബി അലൗഡ് ഇൻ എലിമെൻ്ററി സ്കൂൾസ് ബട്ട് ഇംഗ്ലീഷ് ഷുഡ് റിമെയിൻ ദ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ സ്കൂൾസ് റൺ ബൈ ഈസ്റ്റ് ഇന്ത്യ അഡ്മിനിസ്ട്രേഷൻ. അപ്പം വെർനാക്യുലർ ലാംഗ്വേജസ് അങ്ങനെയുള്ള സ്കൂളുകളിൽ പറ്റുമെങ്കിലും കൂടുതലും അതിനുശേഷമുള്ള എലിമെൻ്ററി എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിൽ വരുന്ന സ്കൂളൊക്കെ ഇംഗ്ലീഷ് തന്നെ ഫോളോ ചെയ്യണമെന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് വില്യം ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ലാംഗ്വേജ് പോളിസി. അതാണ് നോക്കുന്നത്. ദ ഇന്ത്യൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഹെഡഡ് ബൈ വില്യം ഹണ്ടർ, അപ്പോയിൻറ്റഡ് ബൈ ദെൻ വൈസ്രോയ് ഓഫ് ഇന്ത്യ ഇൻ 1882 ആൻഡ് അപ്പോയിൻറ്റഡ് ബൈ ദ വില്യം ഹണ്ടർ ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് allowed the language of instruction at the elementary level to be either native or English and to be taught in the mother tongue, but this policy was not successful. ആളുടെ ഒന്നും കൂടെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാറ്റിക് അല്ലാത്തൊരു ടൈപ്പ് ഓഫ് സാധനമായിരുന്നു. അതൊരു ടൈപ്പ് ഓഫ് സബ്ജക്റ്റീവ് സാധനമായതുകൊണ്ട് തന്നെ അത് നിലനിന്നില്ല. അങ്ങനെയാണല്ലോ, ഒരു എല്ലാം പാർട്ടിസിപ്പേഷനും വരുന്നത് നിലനിൽക്കില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ റിപ്പോർട്ട് എന്തായിരുന്നു, എലിമെൻ്ററി ലെവലിൽ നേറ്റീവ് ലാംഗ്വേജോ ഇംഗ്ലീഷോ പഠിപ്പിക്കാൻ, അതുപോലെ മദർ ടങ്ങിനും ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നൊരു സംഭവമായിരുന്നു. പക്ഷേ അത് നിലനിന്നുണ്ടായിരുന്നില്ല. Calcutta University Commission 1970. Calcutta University Commission report was adopted in 1970. 1917 അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായേ. The Board of Education its report said that Indian language should be the language of instruction till higher education. Indian language തന്നെ ആയിരിക്കണം language of instruction higher secondary education വരെ. Later, in 1935, the regional language became the language of instructs, the language of രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. In 1942, the British rulers accepted Indian as the first compulsory language and English as the second compulsory language, but English was the only language of instruction in higher education. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്താ പറയുക, അവിടുത്തെ ഇന്ത്യൻ ലാംഗ്വേജിനും സെക്കൻഡ് വൺ ഇംഗ്ലീഷിനും കൊടുക്കുക. പക്ഷേ ഇംഗ്ലീഷ് തന്നെയായിരുന്നു ഹയർ എഡ്യൂക്കേഷനിലെ ഒരു ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്.
സോ സിമ്പിൾ അല്ലേ, കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ, എല്ലാത്തിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് വരുന്നത്. മെക്കോളയുടേതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആളുകളെ പേര് ഓർത്ത് വെക്കുക, and അവരുടെ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ നോക്കാം. നമ്മൾ പ്രീ കഴിഞ്ഞു, ഇനി പോസ്റ്റാണ് കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആകും. ഓക്കെ. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, എ കമ്മീഷൻ ഇൻ 1948 വാസ് സെറ്റ് അപ്പ് ടു എൻക്വയർ അബൌട്ട് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലിംഗ്വിസ്റ്റിക് പ്രോവിൻസസ്. 1948 ശേഷം ഒരു കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു. It was being presided by S.K. Dhar, so was named Dhar Commission. അപ്പോൾ S.K. Dhar എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പ്രിസൈഡ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ധാർ കമ്മീഷൻ എന്നാണ് അത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. According to Dhar Commission, the formation of provinces on exclusively or even mainly linguistic considerations is not in the large interest of the Indian nation and should not be taken on hand. ധാർ കമ്മീഷൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രോവിൻസസ് ലിംഗ്വിസ്റ്റിക് കൺസിഡറേഷൻ വെച്ചിട്ട് ഉള്ള ഒരു പ്രോവിൻസസിൻ്റെ ഫോർമേഷൻ ആൾ പറഞ്ഞിട്ടുള്ള എന്താണ്, ഈസ് നോട്ട് ലാർജ് ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യൻ നേഷൻ ആൻഡ് ഷുഡ് ബി ടേക്കൺ ഓൺ ഹാൻഡ്. അത് കൺസിഡറേഷനിലേക്ക് വരുത്തണം എന്നുള്ളതാണ്. അതായത് അതിനെപ്പറ്റി ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള രീതിയിലായിരുന്നു ആ ഒരു കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ ഗവൺമെൻറ് ഇൻറ്റൻഡഡ് ടു പോസ്റ്റ്പോൺ ദ റീഓർഗനൈസേഷൻ. But the linguistic reorganization got mass support, and thus All India Congress Committee at Jaipur, supervised by Nehru, Patel and Pattabhi Siddharamaiah, started a fresh move to inquire about the conditions of reorganization. അപ്പോൾ ഈ റീഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായി. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, അപ്പോൾ ഈ ഒരു ഇതിന് പ്രകാരം 1955 18 കോൺസ്റ്റിറ്റ്യൂൻ്റ് യൂണിറ്റ്സ് ആയിട്ട് മാറ്റണം. അതായത് നമ്മളെ ഇന്ത്യനെ ഇന്നുള്ള 29 സ്റ്റേറ്റുകളുണ്ടല്ലോ, അന്ന് അത് 16 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് 3 സെൻട്രലി അഡ്മിനിസ്ട്രേറ്റഡ് ടെറിട്ടറീസ്, 3 ടെറിട്ടറിയുമായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് 29 സ്റ്റേറ്റും 7 യൂണിയൻ ടെറിട്ടറീസുമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 1955 ഈ ഒരു കമ്മീഷൻ വന്ന സമയത്ത് 16 കോൺസ്റ്റിറ്റ്യൂൻ്റ് യൂണിറ്റ്സും അതുപോലെ 3 ടെറിട്ടറിയും ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് 29 സ്റ്റേറ്റും 7 യൂണിയൻ ടെറിട്ടറീസുമാക്കി മാറ്റിയിട്ടുണ്ട്. സോ ഇത്രയൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തുള്ളൂ. 3 ലാംഗ്വേജ് ഫോർമുല നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ് ഔട്ട്. ഈ ഒരു PDF കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ കാണിച്ചതാണ്. ആൻഡ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സുമാണ്.